വലതുവശത്തെ കള്ളൻ ഗുഡ്വിൽ എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ ഓൺ പടമല്ല, ഒരാളെ സഹായിക്കാൻ പോയതാണ്. ബി ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന സംഘടനാ നേതാവ് പറഞ്ഞു ബിജു മേനോൻ പ്രമോഷന് വന്നില്ല എന്ന് പറയും. അത് സത്യമാണ്. പിന്നെ സംഘടനാ പ്രവർത്തനം, സംഘടനാ നേതാവായിരിക്കുമ്പോൾ അദ്ദേഹത്തിന് സത്യമല്ലേ പറയാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ എനിക്കൊരു പടം ചെയ്തു, ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാം. എന്തുകൊണ്ട് അശ്വന്ത് ഗോക്കത് ഏറ്റെടുക്കുന്നില്ല? അഭിപ്രായ സ്വാതന്ത്ര്യം അനുവദിച്ചു തന്ന ഈ നാട്ടിൽ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് എന്നും പറഞ്ഞ് എന്ന് തോന്നി മാസം വിളിച്ചു പറയും. കോട്ടയം ജില്ലയിലെ കല്ലറ എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിൽ ജനിച്ച് തൻ്റെ സംരംഭങ്ങളെല്ലാം കല്ലറയിൽ തന്നെ തുടങ്ങി വിജയിപ്പിച്ച ഒരാളാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ഗുഡ്വിൽ എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ സാരഥി ജോബി ചെറുത്താടത്തിൽ സ്വാഗതം ചെയ്യാം. സ്വാഗതം സാർ. നമസ്കാരം. ഒരുപാട് നിർബന്ധിച്ചതിന് ശേഷമാണ് ക്യാമറയ്ക്ക് മുന്നിലേക്ക് കുറേ നാളുകൾക്ക് ശേഷം വരുന്നത്. അത് മനഃപൂർവ്വമുള്ള ഒരു പിന്മാറ്റമായിരുന്നു? ഒരിക്കലുമല്ല. കാരണം നമ്മൾ എപ്പോഴും പുറകിൽ നിന്ന് കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നതിനാണ് എപ്പോഴും സുഖം. കാരണം മുൻപന്തിയിലേക്ക് വരുമ്പോൾ നമുക്ക് കൂടുതൽ പ്രതിബന്ധങ്ങൾ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ പുറകിൽ നിന്നാൽ മതി, നമുക്ക് കാര്യങ്ങൾ നടന്നാൽ പോരെ. മറ്റുള്ളവരുടെ സന്തോഷം പുറകിൽ നിന്ന് കാണുമ്പോൾ ഒരു സുഖമുണ്ട്. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സങ്കടവും നമ്മൾ പുറകിൽ നിന്ന് കാണുമ്പോൾ ഒരു വല്ലാത്തൊരു ഇതുണ്ട്. കാരണം നമ്മളത് ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ ചിലപ്പോൾ നമ്മളെ അത് വല്ലാതെ ഹേർട്ട് ചെയ്യപ്പെടും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും പുറകിൽ നിൽക്കാനാണ് താല്പര്യം. പക്ഷേ നാരായണീൻ്റെ മൂന്നാൺമക്കൾ എന്ന് പറഞ്ഞ ഒരു സിനിമ എടുത്തപ്പോൾ മാത്രം പ്രമോഷൻ ആളുകൾ വരാതെ വന്നപ്പോൾ ഞാൻ പോകേണ്ട വന്നിട്ടുണ്ട്. ഞാൻ പോയി എന്നെക്കൊണ്ടാവും ഇതൊക്കെ വായിട്ട് അലച്ചിട്ടുണ്ട്. അല്ലാതെ എനിക്ക് എന്തുകൊണ്ടോ എനിക്ക് അതിനോടൊരു താല്പര്യം ഇതുവരെയും തോന്നിയിട്ടില്ല. പിന്നെ ഇപ്പം നിങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയാണല്ലോ. നിങ്ങൾ നിരന്തരമായി ഇങ്ങനെ ആവശ്യപ്പെടുമ്പോൾ വൈ നോട്ട് എന്നൊരു തോന്നലുണ്ടാകുന്നിടത്താണ് ഇന്നത്തെ ഈ കൂടിച്ചേരൽ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എങ്ങനെയായിരുന്നു ആ ഗുഡ്വില്ലിൻ്റെ തുടക്കം? എങ്ങനെയായിരുന്നു ഇത്? പലപ്പോഴും പല പ്രാവശ്യമായിട്ട് വന്നിട്ടുള്ളതാണ്. ജോയൽ സിനി ലാബ് എന്ന് പറയുന്ന ഒരു സിനിമ സ്റ്റുഡിയോ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾക്കുണ്ടായിരുന്നു. കാരണം ഞാൻ പഠിക്കുന്ന കാലം മുതൽ എനിക്ക് സിനിമയോടും സിനിമാ പ്രവർത്തകരോടും സിനിമ കലാപരമായും കഥാപരമായും എനിക്കുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ടായിരിക്കാം പ്രകൃതിയോ പ്രപഞ്ചമോ നമ്മളെ സിനിമയുടെ വെള്ളി വെളിച്ചത്തിൽ നമ്മളെ നിർത്താൻ ആയത്. അപ്പോൾ അങ്ങനെ ഈ ജോയൽ സിനി ലാബ് എന്ന് പറഞ്ഞ സിനിമ സ്റ്റുഡിയോ ആയിരുന്നു കേരളത്തിലെ ആദ്യത്തെ HD സ്റ്റുഡിയോ. കാരണം ഫിലിമിൽ നിന്ന് ഉള്ള ട്രാൻസ്ഫോർമേഷൻ നടക്കുന്ന കാലഘട്ടത്തിൽ HD സ്റ്റുഡിയോ യാഥാർത്ഥ്യമായത് ജോയലിലൂടെയായിരുന്നു. അപ്പം അങ്ങനെ അത് വർഷങ്ങളോളം നടത്തി പോകുന്ന പരിചയമുണ്ടെങ്കിൽ, അപ്പോൾ എൻ്റെ 2 സുഹൃത്തുക്കളുണ്ടായിരുന്നു, പ്രമോദ് പപ്പന്മാർ. അവരായിരുന്നു അതിൻ്റെ നടത്തിപ്പ്. ഇവിടെ ഇപ്പം നിങ്ങൾ നടത്തുന്ന പോലെ ഞാനവിടെ ഇൻവോൾവ് അല്ലായിരുന്നു. അവിടെയും ഞാൻ പുറകിലായിരുന്നു. അവരായിരുന്നു അതിൻ്റെ നടത്തിപ്പ്. അപ്പോൾ അങ്ങനെ ആ ഒരു കാലഘട്ടത്തിൽ അത് കഴിഞ്ഞ് നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടിരുന്നു. നമ്മളന്ന് കൂടുതൽ സമയം ലണ്ടനിൽ നമ്മളുടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു. അപ്പോൾ ആ കാലഘട്ടത്തിൽ നമുക്ക് പിന്നീട് ഒരിക്കൽ ചർച്ച ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമുണ്ട്. ആ സംഭവം കാരണം ഞാൻ തിരിച്ച് നാട്ടിൽ വരുമ്പോൾ എൻ്റെ സുഹൃത്ത് മെൽവിൻ പന്തപ്ലാക്കൽ, തൊടുപുഴക്കാരനാണ് അദ്ദേഹം, ഞാനും കൂടി താജ് ഹോട്ടലിൽ ഇരുന്ന്, ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, താജിലാണ് ഇരിക്കുന്നത്. അവർ 9:30 ആയപ്പോഴത്തേന് മെൽവിൻ എന്നോട് പറയുകയാണ്, ജോബി ബായ്, എന്തൊക്കെ ആ ഇൻസിഡൻറ്റ് വെച്ചിട്ടാണ്, എനിക്ക് വ്യക്തമായ ധാരണയുണ്ട് നിങ്ങളൊരു നല്ല മനുഷ്യനാണ്, അല്ലെങ്കിൽ നിങ്ങളെ അടുത്തറിയുന്നവർക്കൊക്കെ അറിയാം നിങ്ങളൊരു നല്ല മനുഷ്യനാണ്. പക്ഷേ ആ ഇൻസിഡൻറ്റ് നിങ്ങളുടെ ഗുഡ്വിൽ പോയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഗുഡ്വിൽ പോയോ?
എങ്കിൽ നമുക്ക് ഗുഡ്വിൽ അങ്ങ് ഉണ്ടാക്കിയേക്കാം. അങ്ങനെയാണ് ഗുഡ്വിൽ എൻ്റർടൈൻമെൻറ്റ്സ് എന്ന് പറയുന്ന ബ്രാൻഡിന് പേര് കൊടുക്കാൻ സാധിച്ചത്. പിന്നെ ഇപ്പം നമ്മൾ ചെയ്യുന്ന ഞങ്ങളൊരു വലിയ ബന്ധങ്ങളുടെ ശ്രേണിയുള്ള അല്ലെങ്കിൽ ബന്ധുജനങ്ങളുടെ എണ്ണം കൂടുതലുള്ളൊരു കുടുംബത്തിൽപ്പെട്ട ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ അപ്പൻ്റെ വീട്ടിൽ 10 മക്കളായിരുന്നു. അപ്പം സ്വാഭാവികമായിട്ടും വീട്ടുപേര് തടത്തിൽ എന്ന് പറയുമ്പോൾ എല്ലാവരുമൊക്കെ അറിയപ്പെടുന്നതാണ് പല കാരണങ്ങളാൽ. പക്ഷെ എന്നെ ഇപ്പോൾ ഗുഡ്വിൽ ജോബി എന്നാണ് തടത്തിൽ ജോബിയേക്കാൾ കൂടുതൽ ആൾക്കാർ അറിയപ്പെടുന്നത്. കാരണം ഗുഡ്വിൽ എന്ന് പറയുന്ന സ്ഥാപനം നമ്മൾ ദൈവകൃപയിൽ ഇത്രയും സിനിമ ചെയ്തു, നമുക്ക് ഗുഡ്വിൽ മ്യൂസിക് ലേബലുണ്ട്, നമുക്ക് ബസ് സർവീസ് ഉണ്ട്, എല്ലാം ഈ ഗുഡ്വിൽ നമ്മുടെ എല്ലാം അങ്ങനെ ഗുഡ്വിൽ ആയതുകൊണ്ടുള്ളതാണ്. അപ്പം ടെക്നിക്കലി അന്നുണ്ടായ ഒരു പ്രചോദനം, അദ്ദേഹം തമാശനാണെങ്കിൽ കൂടി എന്നെ ഒന്ന് ഇകഴ്ത്തി കാണിക്കാൻ വേണ്ടിയാണ് ഗുഡ്വിൽ പോയി എന്ന് പറഞ്ഞത്. അപ്പോൾ അവന് ഞാൻ ചെക്ക് പറഞ്ഞതാണ് ഗുഡ്വിൽ. ആ ഗുഡ്വിലാണ് ഇന്ന് ഗുഡ്വിലായി നിൽക്കുന്നത്. അപ്പം അതാണ് അതിൻ്റെ യഥാർത്ഥ ഗുഡ്വിൽ വരാനുള്ള കാരണം. ഒരു സാധാരണക്കാരനിൽ നിന്നും ഒരു നിർമ്മാതാവിലേക്കും പിന്നെ ഒരു സംരംഭത്തിലേക്കൊക്കെ എത്തി നിൽക്കുമ്പം ഇങ്ങനെ ഈ ഒരു സിറ്റുവേഷനിലേക്ക് എത്താൻ സാധിച്ച ഘടകം എന്തായിരുന്നു? അതുപോലെ തന്നെ അന്നത്തെ ജോബി ജോർജും ഇന്നത്തെ ജോബി ജോർജും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം സംഭവിച്ചിട്ടുണ്ടോ? അന്നത്തെ ജോബി ജോർജും ഇന്നത്തെ ജോബി ജോർജും സെയിമാണ്. ആകെയുള്ള വ്യത്യാസം എനിക്ക് പ്രായം കൂടി എന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? അല്ലാത്തതൊന്നും എനിക്ക് മാറില്ല. പിന്നെ അന്നത്തെ ജോബി ജോർജ് ഇന്നത്തെ ജോബി ജോർജ് പറയുമ്പോഴത്തേന് എനിക്ക് പ്രിയപ്പെട്ട കുറച്ച് പേര് എന്നിൽ നിന്നും പിരിഞ്ഞു പോയിരിക്കുന്നു. എൻ്റെ വല്യച്ഛന്മാർ, എൻ്റെ വല്യമ്മമാർ, അല്ലെങ്കിൽ എൻ്റെ ഫാദർ, ഇതൊഴിച്ചാൽ വേറൊന്നുമില്ല. പിന്നെ ഇങ്ങനെ ഞാൻ എല്ലാവരോടും പലപ്പോഴായി പറയാറുള്ള കാര്യമാണ്, നമുക്ക് 4 കാര്യങ്ങളോട് ജോബി ജോർജ് മത്സരിക്കാറില്ല. 1, ഞാൻ ദൈവത്തോട് മത്സരിക്കാറില്ല. 2, ഞാൻ പ്രകൃതിയോട് മത്സരിക്കാറില്ല. എനിക്ക് തോന്നുന്നത്, ഞാൻ ഇന്ന് തന്നെ നിങ്ങളെന്നെ വിളിച്ച് പല പ്രാവശ്യം വിളിച്ചെങ്കിൽ ഞാൻ സമ്മതിച്ച് വരുമ്പോഴും ഞാൻ ആദ്യം പറഞ്ഞില്ല AC ഇട്ട് വെച്ചേക്കണേ എന്ന് പറഞ്ഞിരുന്നു. നിങ്ങൾ ഒരുങ്ങിയോ കാപ്പിടിച്ചോ എന്നോ ഞാൻ ചോദിച്ചില്ല. കാരണം എനിക്ക് ആ ചൂട് പറ്റത്തില്ല. അല്ലേ, ഞാൻ AC-യുടെ കാര്യം പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മ. അപ്പോൾ ഞാൻ പ്രകൃതിയോട് മത്സരിക്കാറില്ല. 3, ഞാൻ വിധിയോട് മത്സരിക്കാറില്ല. ഡെസ്റ്റിനി. I don't never ever fight with destiny because ഈ സംഭവിക്കുന്നതെല്ലാം ഞാൻ നിങ്ങളുടെ അത്രയും പോലും കഴിവുള്ള ഒരാളല്ല. എല്ലാ തരത്തിലും ഞാനൊരു സാധാ മനുഷ്യനാണ്. എനിക്ക് കൂടുതലായി ഉണ്ട് എന്ന് പറയുന്നത് എൻ്റെ സൗണ്ടാണ്, എൻ്റെ ഒച്ച വലുതാണ്. ഞാനിവിടെ പറഞ്ഞാൽ അവിടെ മൈക്കില്ലാതെ അപ്പുറത്ത് കേൾക്കും. അപ്പോൾ അല്ലാതെ എല്ലാ കാര്യത്തിലും ഞാൻ നിങ്ങളെക്കാൾ ചെറുതാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതിലുപരി എനിക്ക് അമരത്വമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ഇവിടുന്ന് ബൈ പറഞ്ഞു പോകേണ്ടയാളാണ്. എനിക്ക് തോന്നുന്നത് അഹങ്കാരത്തിൻ്റെ ഒരു കണിക പോലും എൻ്റെ ജീവിതത്തിൽ വരരുതേ, ഞാനെന്ന ഭാവം എനിക്കൊരിക്കലും വരരുതേ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഐ ഡോണ്ട് ഫൈറ്റ് വിത്ത് മൈ ഡെസ്റ്റിനി. അപ്പോൾ ആ വിധിയാണ് എന്നെ ഇവിടെ കൊണ്ടു നിർത്തിയിരിക്കുന്നത്. പ്രൊഡ്യൂസറായിട്ടും സംരംഭകനായിട്ടും അല്ലെങ്കിൽ നിങ്ങളീ പറയുന്ന മോശക്കാരനായോ നല്ലവനായോ ഒക്കെ നിർത്തിയിരിക്കുന്നത് ആ വിധിയുടെ ഇടപെടലുകളാണ്. പിന്നെ 4, ഞാൻ എല്ലാവരെയും സംതൃപ്തിപ്പെടുത്തത്തില്ല. ഐ ഡോണ്ട് സാറ്റിസ്ഫൈഡ് ഈച്ച് ആൻഡ് എവരിവൺ. എല്ലാവരുടെയും സൂചിപ്പിക്കാനോ എനിക്ക് എല്ലാവരെയും പ്രൈസ്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ജീവിതവുമായി ഈ കല്ലറയിൽ തന്നെ ഒതുങ്ങിക്കൂടുന്നത്. ഇപ്പം ഇന്നലെ എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു, എൻ്റെ ഒരു സുഹൃത്ത് പയസ് കുന്നശ്ശേരി എന്ന് പറഞ്ഞ ഒരാളാണ്, ഞങ്ങൾ പയസൂട്ടി എന്ന് വിളിക്കും. ഇവിടുത്തെ കുന്നശ്ശേരി പിതാവിൻ്റെ ഞങ്ങളുടെ സമുദായത്തിലൊരു ബിഷപ്പ് ഉണ്ടായിരുന്നു. ഒരു വളരെ പവർഫുൾ ബിഷപ്പായിരുന്നു അദ്ദേഹം. ആ ബിഷപ്പിൻ്റെ അനിയൻ്റെ മകൻ പയസ് കുന്നശ്ശേരി എൻ്റെ വീട്ടിൽ മിനിഞ്ഞാന്ന് രാത്രി വന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നപ്പോൾ നമുക്കൊന്ന് കൂടണ്ടേ, ഇപ്പോൾ എത്രത്താ വരികയല്ലേ, അല്ലെങ്കിൽ നോയമ്പിന് മുമ്പ് ഒന്ന് കൂടണ്ടേ, ഞാൻ തിരിച്ച് ലണ്ടനിൽ പോവും എന്ന് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു പൈസ ഞാനെങ്ങുമില്ലെന്ന് പറഞ്ഞു, നമുക്കിവിടെ വിടാം. അപ്പോൾ എൻ്റെ ഭാര്യ പൈസൂട്ടിയോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ചേട്ടാ ഇപ്പോൾ എങ്ങും പോകുന്നില്ലെന്നാണ് പറഞ്ഞേ. സാധാരണ ഭാര്യമാരുടെ പരാതി എന്ന് പറയുന്നത് ഭർത്താക്കന്മാരെ കിട്ടുന്നില്ലെന്നാണ്. ഇത് എൻ്റെ ഭാര്യ എന്നോട് പറയുന്നത് നിങ്ങളെവിടെയും പോകാനാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ അതിൻ്റെ മൂല കാരണം എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ ഈ സൗണ്ടും എൻ്റെ രീതികളും മറ്റുള്ളവർക്കൊരു ഉതപ്പുണ്ടാകാതിരിക്കാൻ വേണ്ടി
ഞാൻ സ്വയമേ മാറി നിൽക്കുന്നതാണ്. കാരണം എനിക്ക് ശത്രുക്കൾ ആരുമില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് ആരോടും ഒരു ശത്രുതയില്ല. എനിക്കൊരാൾ എൻ്റെ ശത്രുവായി കരുതുന്നത് എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. അതാണ് എൻ്റെ കാരണം. ഗുഡ് വിൽ എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ ബാനറിലെടുത്ത എല്ലാ സിനിമകളും വൻ വിജയമായിരുന്നു. അപ്പം ഈ വലതുവശത്തെ കള്ളൻ എങ്ങനെയായിരുന്നു? വിജയമായിരുന്നു? അതായത് ഈ സിനിമയിലും സിനിമാക്കാരും എന്ന് പറയുന്നത് മൊത്തത്തിലൊരു 5000 അല്ലെങ്കിൽ 10,000 പേര് ഈ സിനിമാ ഫെറ്റേണിറ്റിയിൽ ഉള്ള നടനായാലും നടികളായാലും പ്രൊഡ്യൂസർ എല്ലാവരും ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലായിടത്തും ഒരു അന്തിച്ചർച്ചാ വിഷയമായിരുന്നു ഗുഡ് വിൽ എൻ്റർടൈൻമെൻറ്റ്സ് ചെയ്യുന്ന പടങ്ങളെല്ലാം വിജയിക്കുന്നു എന്നുള്ളതൊരു ഉണ്ടായിരുന്നു. സന്തോഷം കൊണ്ടോ ഈ നെഗറ്റീവ് എനർജി കണ്ണ് കിട്ടുക എന്നൊക്കെ പറയുകയല്ലേ. കണ്ണ് കിട്ടുക എന്ന് പറയുന്നത് സത്യത്തിൽ അവർ സന്തോഷം കൊണ്ടാണ് പറയുന്നത്. എടാ നിൻ്റെ ഷർട്ട് കൊള്ളാലോ, നിൻ്റെ വീട് കൊള്ളാലോ, നിൻ്റെ കാറ് കൊള്ളാലോ എന്ന് പറയുമ്പോൾ ഞാൻ വായനയിൽ കിട്ടിയ ഒരു വെച്ചാൽ നമ്മൾക്ക് ചുറ്റും ഒരു നെഗറ്റീവ് ഓറയുണ്ട്. ഇവരിത് പറയുമ്പോൾ ഈ നെഗറ്റീവ് ഓറ കേൾക്കുമ്പോൾ ആ നെഗറ്റീവ് ഓറ അത് കേട്ട് പരിഭ്രാന്തരായി നമ്മളുടെ ദേഹത്തോട്ട് ആവാഹിക്കപ്പെടുമ്പോഴാണ് ഈ നെഗറ്റീവ് എനർജി നമ്മളിൽ വരുന്നതെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. ഇതൊന്നും എനിക്കറിയത്തില്ല, ഇതൊക്കെ ഞാൻ കേട്ടാ. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഒരു അന്തിച്ചർച്ചയിൽ ആളുകൾ എപ്പോഴും പറയുന്നൊരു കാര്യമായിരുന്നു ജോബി ജോർജ് സിനിമ ചെയ്താൽ അല്ലെങ്കിൽ ജോബി ജോർജിൻ്റെ ഗുഡ് വില്ലുമായി അസോസിയേറ്റ് ചെയ്യുമ്പോഴൊക്കെ പണം കിട്ടുമെന്നൊരു ചർച്ചയുണ്ടായിരുന്നു. അവർക്ക് ആഘോഷിക്കാൻ വേണ്ടി എനിക്ക് പറയാം, വലതുവശത്തെ കള്ളൻ നമ്മളുടെ ആദ്യത്തെ നഷ്ട സിനിമയാണ്. പക്ഷേ അവർ ഭാഗികമായി സന്തോഷിച്ചാൽ മതി. കാരണം വലതുവശത്തെ കള്ളൻ ഗുഡ് വിൽ എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ ഓൺ പടമല്ല. ഗുഡ് വിൽ എൻ്റർടൈൻമെൻറ്റ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തൊരു പടമാണ്. അല്ലെങ്കിൽ ഗുഡ് വിൽ എൻ്റർടൈൻമെൻറ്റ്സ് എന്ന് പറഞ്ഞ പ്രസ്ഥാനം ഒരാളെ സഹായിക്കാൻ പോയതാണ്. മനസ്സിലായോ? അതായത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിൽ സ്മരണയുണ്ടായിരിക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. തിന്ന ചോറിന് നന്ദി കാണിക്കുക, അല്ലെങ്കിൽ നമ്മളെ ഒരു നോട്ടത്താലെങ്കിലും സഹായിച്ചിട്ടുള്ളവർക്ക് തിരിച്ച് സഹായം ചെയ്യുക, നമ്മളെ ചിരിച്ച് കാണിക്കുന്നവനെ തിരിച്ച് ചിരിച്ച് കാണിക്കുക, നന്മയുടെ പാതയിലൂടെ നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. സംഗീതത്തെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഞാൻ എൻ്റെ വീട്ടിൽ പാട്ട് ഉറക്കെ വെച്ച് കേൾക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഉറക്കെ വെച്ച് കേൾക്കുന്ന ഞാൻ ചെറുപ്പകാലങ്ങളിൽ എനിക്ക് ഒരു 3 പീസ് ലെയർ ഡെക്ക് ഉണ്ടായിരുന്നു. രണ്ട് കാസറ്റ് ഇടാം, 5 CD, 6 അങ്ങനെ CD ഡിസ്ക് ഇടാം ഒക്കെയുള്ള. അപ്പം ഞാനിങ്ങനെ വളരെ വലിയ സൗണ്ടിൽ പാട്ട് കേൾക്കുമ്പോൾ SSLCക്ക് എനിക്ക് കിട്ടിയ മാർക്ക് എൻ്റെ ഫാദറിനെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഞാനൊരു ഡോക്ടറായി കാണണമെന്നായിരുന്നു ആഗ്രഹം. എനിക്കത് ഫുൾഫിൽ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം ഈ പ്രീ ഡിഗ്രി കാലത്ത് ഞങ്ങൾ പഠിച്ചത് പ്രീ ഡിഗ്രിയാണ്, PDC കാലത്ത് ഞാൻ ഈ 8 നോഴമ്പ് ഒച്ച വെച്ച് പരീക്ഷ സമയത്ത് ഈ പാട്ട് കേൾക്കുമ്പോൾ ഒരു ദിവസം എൻ്റെ ഫാദർ വന്നിട്ട് ഈ കാസറ്റെല്ലാം എടുത്ത് വെച്ചിട്ട് തല്ലിപ്പൊട്ടിച്ച് അതിൻ്റെ വള്ളിയെല്ലാം ഇങ്ങനെ വലിച്ചൊടിയിട്ടു. എൻ്റെ കയ്യിൽ 250 CD ഡിസ്കും 10,000 കാസറ്റും ഒക്കെ അന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ പാട്ടുകൾ പക്ഷേ എനിക്ക് അന്ന് എൻ്റെ ഫാദറിനോട് വെറുപ്പൊന്നും തോന്നിയിട്ടില്ല. അത് ഒത്തിരി കഥകൾ അതിനെക്കുറിച്ചൊക്കെ പറയാനുണ്ട് എൻ്റെ ചെറുപ്പത്തെ കൂടെ, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ എനിക്കത് അന്ന് എനിക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അത് അദ്ദേഹത്തിൻ്റെ ഒരപ്പൻ എന്ന നിലയിൽ ഇന്ന് അപ്പനായപ്പോൾ എനിക്ക് മനസ്സിലായി അത് അദ്ദേഹം ചെയ്യണം. അപ്പോൾ ഇത് പോയിന്റിലേക്ക് വന്നാൽ അന്ന് മുതൽ എനിക്ക് പാട്ട് എനിക്കിഷ്ടമുള്ളതുകൊണ്ട് ഈ പാട്ട് ആ പോയ കാസറ്റുകൾ പൊട്ടിച്ച് കളഞ്ഞ പോലെയല്ല. ഇന്ന് ഗുഡ് വില്ലിൻ്റെ മ്യൂസിക് ലേബൽ വളരെ വലുതാണ്. ഇപ്പോൾ നമ്മുടെ ഇൻ്റർനാഷണൽ പ്ലാറ്റ്ഫോംസുകളൊക്കെ നോക്കിക്കൊണ്ടിരുന്നത് ബിലീവ് എന്ന് പറഞ്ഞ കമ്പനിയായിരുന്നു. അപ്പോൾ അവരുമായിട്ടുള്ള കോൺട്രാക്റ്റ് ഈ 9-ാം മാസത്തിൽ തീരാൻ പോവുകയാണ്. അപ്പോൾ സോണി കോർപ്പറേഷൻ അത് ആ പ്ലേസിൽ കവർ ചെയ്യാൻ വേണ്ടി വരുന്നത്. അവർ നമുക്ക് ഓഫർ ചെയ്തിരിക്കുന്ന ഒരു ഭീകര തുകയാണ് ഓഫർ ചെയ്തിരിക്കുന്നത്.
നിങ്ങൾ ഞങ്ങളുടെ പാട്ടുകൾ. അപ്പം നമ്മളുടെ പാട്ടുകൾ അത്രയ്ക്ക് സ്വാധീനം ചെലുത്തുന്നുണ്ട് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ, അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഞാൻ അതാ പറഞ്ഞത്, ആ വലിയ സ്വാധീനം ചെലുത്താൻ സാധിച്ചത് എനിക്ക് പാട്ടിനോടുള്ള ഇഷ്ടം കൊണ്ടോ അല്ലെങ്കിൽ എനിക്ക് പാട്ട് ഇഷ്ടമായതുകൊണ്ടോ പാട്ട് കേട്ടാൽ മനസ്സിലാകുമെന്നത് കൊണ്ടാണോ എന്താണോ എന്ന് എനിക്കറിയില്ല. ഒരു കാലത്ത് ഗുഡ്വിൽ എൻ്റർടൈൻമെൻറ്റ്സ് മേടിച്ചിരുന്ന പാട്ടുകളെല്ലാം ഹിറ്റുകളായിരുന്നു. ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ജീവാംശമായി എന്ന് പറഞ്ഞൊരു സോങ്ങുണ്ട്. ടൊവിനോ തോമസിൻ്റെ തീവണ്ടി എന്ന് പറഞ്ഞ സിനിമയിലെ പാട്ടാണ്. അതിൽ ശ്രേയാ ഘോഷാൽ പാടുന്ന ആ പാട്ട് ആ സമയത്ത് ട്രെൻഡ് സെറ്റിംഗ് ആയിരുന്നു. ദാറ്റ്സ് എ കോപ്പി റൈറ്റ് ഇസ് ഓൺഡ് ബൈ ഗുഡ്വിൽ എൻ്റർടൈൻമെൻറ്റ്സ്. അത് ഞാൻ ഒരു ജോക്ക് പറഞ്ഞാൽ അതെൻ്റെ അപ്പന് ഇനി വന്ന് തല്ലിപ്പൊട്ടിച്ച് കളയാൻ പറ്റത്തില്ല. ബിക്കോസ് അത് പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഇത് കുറിച്ചാലും അതിൻ്റെ കോപ്പി റൈറ്റ് ഇസ് ഗുഡ്വില്ലിനാണ്. അല്ലെങ്കിൽ ജോസഫിലെ പാട്ടുകൾ. അപ്പോൾ അങ്ങനെ നമ്മൾ അന്ന് മേടിച്ചിട്ടുള്ള എല്ലാ പാട്ടുകളും നമ്മൾ ഹിറ്റായിരുന്നത് കൊണ്ടാണ് നമുക്ക് ആ ലെവലിലേക്ക് എത്താൻ പറ്റിയത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ ആയ കാലത്ത് നമുക്ക് പാട്ട് മേടിക്കുമ്പോൾ ഷാജി നടേശൻ എന്ന് പറയുന്ന പ്രൊഡ്യൂസറുടെ എല്ലാ സിനിമയുടെ മ്യൂസിക് റൈറ്റ്സുകളും ഗുഡ്വിൽ എൻ്റർടൈൻമെൻറ്റ്സിനാണ് കിട്ടിയിരുന്നത്. അപ്പോൾ ഷാജി നടേശൻ്റെ ഗുഡ്വിൽ എൻ്റർടൈൻമെൻറ്റ്സ് ആയിട്ടൊരു പാലം നമ്മൾ സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പം ഷാജി നടേശൻ്റെ പാട്ടുകൾ മൂലം നമ്മൾക്ക് കിട്ടിയ ഹൈപ്പും വാല്യുവും നമ്മളറിയാതെ തന്നെ ഷാജി നടേശനോടൊരു കടപ്പാട് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ഈ ഷാജി നടേശൻ കഴിഞ്ഞ 2 സിനിമ, അതായത് ഒറ്റ എന്ന് പറഞ്ഞൊരു സിനിമ എടുത്തു. അത് ഭീകര ഫ്ലോപ്പായിരുന്നു. അതിനുശേഷം ഗിർ എന്ന് പറഞ്ഞൊരു സിനിമ എടുത്തു. അതിലും വലിയ ഫ്ലോപ്പായിരുന്നു. അപ്പം അങ്ങനെ ഷാജി നടേശൻ വളരെ ആ ഗിർ എടുക്കുമ്പോൾ ഒരു 50 ലക്ഷം രൂപ എനിക്ക് അദ്ദേഹം തരാനുണ്ട്. ഞാൻ അദ്ദേഹത്തോട്, ഞാൻ മനുഷ്യനാണെങ്കിൽ എൻ്റെ ഒരു സുഹൃത്തിന്, എൻ്റെ ഒരു സഹജീവിക്ക് ഒരു പ്രശ്നം വരുമ്പോൾ നമ്മളെ കൊണ്ടാവും വിധം സഹായിക്കണം, അല്ലെങ്കിൽ മനുഷ്യജന്മം കൊണ്ട് കാര്യമൊന്നുമില്ല. അപ്പം അങ്ങനെ അദ്ദേഹം ഒരു പ്രശ്നത്തിൽ നിൽക്കുമ്പോഴത്തേന് അദ്ദേഹത്തിന് ജീത്തു ജോസഫിൻ്റെ ഡേറ്റ് കിട്ടുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു, ഷാജി നമ്മൾ തമ്മിൽ ശരിയാകില്ല, നമുക്ക് ഇനി ഞാൻ നിങ്ങൾക്ക് സാമ്പത്തികമായ ഇടപാടുകളിലൊന്നും ഞാൻ ഇടപെടത്തില്ല, പക്ഷേ മാനുഷികമായി നിങ്ങളെ എനിക്ക് സഹായിക്കാൻ പറ്റുമെങ്കിൽ എന്തെങ്കിലും ഒരു കാലം വന്നാൽ ഞാൻ നിങ്ങളെ സഹായിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന് ആരൊക്കെയോ ഇൻവെസ്റ്റേഴ്സ് പൈസ കൊടുക്കുക എന്ന് പറഞ്ഞാണ് അദ്ദേഹം പടം തുടങ്ങി. ആ പടം തുടങ്ങുമ്പോൾ ആ പടം ഇടയ്ക്ക് വെച്ച് ആരും പൈസ കൊടുക്കാതെ വന്നപ്പോൾ അദ്ദേഹത്തിന് ഫാമിലിപരമായ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുകയും അറ്റ് ദ സെയിം ടൈം പുള്ളി ഈ ഇൻവെസ്റ്റേഴ്സ് പിൻവലിക്കുകയും അദ്ദേഹം വേറെ ചില പ്രശ്നം, അത് പറയാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ്, ചില പ്രശ്നങ്ങളിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ആരും അദ്ദേഹത്തെ സഹായിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോഴാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ സുഹൃത്ത്, എനിക്കൊരു അനിയനെ പോലെയുള്ള ഒരാളെ അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട്. അവൻ എന്നെ വിളിച്ച്, മിഥുൻ എന്നെ വിളിച്ചിങ്ങനെ കാര്യം, ഞാൻ ഈ മിഥുനെ സംശയത്തിൻ്റെ കണ്ണിലൂടെ കണ്ടിരിക്കുന്നതാണ്. കാരണം ഇത്രയ്ക്ക് ആത്മാർത്ഥത എന്തിനാണ് മിഥുന് ഷാജി നടേശനോട് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മിഥുൻ എന്നെ വിളിച്ച് ഇങ്ങനെ ജോബിച്ചേട്ടാ ഇങ്ങനെ പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഡിസ്ട്രിബ്യൂഷൻ എനിക്ക് തരിക. സാധാരണ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുമ്പോൾ 10% മേടിക്കുന്നത്, എനിക്ക് 5% മതി, നിങ്ങൾ രക്ഷപ്പെട്ടോളൂ. ഞാൻ നിങ്ങൾക്ക് ഡിസ്ട്രിബ്യൂഷൻ അഡ്വാൻസ് ആയിട്ട് 6.5 കോടി രൂപ തരാം. ആ 6.5 കോടി രൂപ കൊടുക്കുമ്പോൾ ഞങ്ങൾ തമ്മിലൊരു എഗ്രിമെൻ്റ് ഉണ്ട്. അതാണ് സന്തോഷിക്കാൻ വരട്ടെ എന്ന് പറയുന്നത്. ദാറ്റ് എഗ്രിമെൻറ്റ് ഈസ് സെയിങ്, പൈസ കിട്ടിയില്ലെങ്കിൽ ഷാജി നടേശൻ എനിക്ക് ആ പൈസ തരാതെ ഇനി ഒരു സിനിമ ചെയ്യാൻ പാടില്ല. അതിനകത്ത് ആകെയുള്ള ക്ലോസ് 5%, പിന്നെ ഇന്ന സമയത്ത് അത് ചെയ്തില്ലെങ്കിൽ ബാങ്ക് ഇൻട്രസ്റ്റ് തരണം. നമുക്ക് ഇൻട്രസ്റ്റ് ഒന്നും വേണ്ട, നമുക്ക് നമ്മുടെ മുതൽ തന്നാൽ മതി, അല്ലാതെ നമുക്കൊന്നുമില്ല. ഇനിയും പുള്ളിനെ സഹായിക്കാൻ ഞാൻ ഒരുക്കമാണ്. കാരണം ആ മനുഷ്യൻ ഇവിടെ ഈ സിനിമാ കുടുംബത്തിൽപ്പെട്ടയാളാണ്, അദ്ദേഹം ഇവിടെ വേണം. അപ്പോൾ അവിടെ ആ പൈസ കൊടുക്കുകയും അത് തീരാതെ വന്നപ്പോൾ വീണ്ടും പൈസ കൊടുക്കുകയും
അങ്ങനെ ഈ സിനിമ തിയേറ്ററിൽ ഇപ്പോൾ 16 കോടി രൂപ ചെലവാക്കിയാണ് ഈ സിനിമ വരുന്നത്. ഞാനിപ്പോഴും എൻ്റെ സ്റ്റാൻഡിൽ നിന്ന് മാറുന്നതുമില്ല. ആ സിനിമ മോശമൊന്നുമല്ല, ആ സിനിമയ്ക്ക് അത്ര പോരായ്മകളൊന്നുമില്ല. എന്തുകൊണ്ടോ സിനിമ ഓടിയില്ല. സിനിമ ഓടാതെ വന്നാൽ നമ്മൾ അതിൻ്റെ അണിയറ പ്രവർത്തകരെയും അതിൻ്റെ അഭിനയിച്ചവരെയും ഒന്നും കുറ്റം പറയാനൊന്നും നമുക്ക് പറ്റത്തില്ല. സിനിമ ഓടിയില്ലെങ്കിൽ ഓടിയില്ല, നമ്മൾ അടുത്ത മാർഗം കണ്ടുപിടിക്കുക. പിന്നെ ഷാജി നടേശനോട് ഒരു കാര്യത്തിൽ എനിക്ക് എതിർപ്പുണ്ട്. കാരണം ബി ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന സംഘടനാ നേതാവ് പറഞ്ഞു ബിജു മേനോൻ പ്രമോഷന് വന്നില്ല എന്ന് പറയുന്നു. അത് സത്യമാണ്. പിന്നെ സംഘടനാ പ്രവർത്തനം, സംഘടനാ നേതാവായിരിക്കുമ്പോൾ അദ്ദേഹത്തിന് സത്യമല്ലേ പറയാൻ പറ്റത്തുള്ളൂ. ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞതിനകത്ത് തന്നെ തെറ്റിരിക്കുന്നത് എല്ലാ നേതാക്കന്മാരെ കല്ലെറിയാനുണ്ട്. എന്തുകൊണ്ടാണ് എനിക്ക് ഷാജിയോട് ഉള്ള വിഷമം എന്താണെന്ന് വെച്ചാൽ, പിറ്റേ ദിവസം അസോസിയേഷൻ ഇങ്ങനൊരു തീരുമാനം വെച്ചപ്പോൾ ഷാജി മാതൃഭൂമിയിൽ അങ്ങോട്ട് വിളിച്ചിട്ടൊരു ഇൻ്റർവ്യൂ കൊടുത്തു. വട്ടമേശ സമ്മേളനം നടത്തിയാൽ സിനിമ വിജയിക്കത്തില്ലെന്ന്. അത് ഷാജിയുടെ ഭോഷത്തരമാണ്. കാരണം ഇന്നത്തെ കാലത്ത് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ മാർക്കറ്റ് ചെയ്യണമെങ്കിൽ 100% വേണ്ടത് മാർക്കറ്റിംഗ് തന്ത്രങ്ങളാണ്. ഈ സിനിമ മാർക്കറ്റ് ചെയ്യാൻ സിനിമയുടെ അണിയറ പ്രവർത്തകരല്ലാതെ വേറെ ആര് ഷാജി വന്നിരുന്ന നടക്കുമോ? അണിയറ പ്രവർത്തകർ വരണം. ഷാജി പറയുന്നത് ഷാജിക്ക് മറ്റുള്ളവരെ പ്രീണിപ്പിച്ച് അടുത്ത പടം ഡേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ഞാൻ ആ കാര്യത്തിൽ അസോസിയേഷൻ്റെയും ബി ഉണ്ണികൃഷ്ണൻ്റെയും കൂടെ ഞാൻ നിൽക്കത്തുള്ളൂ. കാരണം കഴിഞ്ഞ പടത്തിൻ്റെ 3,75,00,000 രൂപ ചൗധരി സാറിന് കൊടുക്കാൻ പറ്റാതെ നിന്നപ്പോൾ, ഈ സിനിമ സെൻസർ ചെയ്യാൻ പേപ്പർ കൊടുക്കാതിരുന്നപ്പോൾ ഈ അസോസിയേഷൻ ഇടപെട്ടിട്ടാണ് ഷാജിക്ക് സെൻസർ ചെയ്യാനുള്ള പേപ്പർ അനുവാദം മേടിച്ചു കൊടുത്തത്. അപ്പം അസോസിയേഷൻ വേണം. കാര്യം കഴിയുമ്പോൾ അസോസിയേഷൻ വേണ്ട, അല്ല അസോസിയേഷൻ്റെ നിലപാടുകൾ തെറ്റാണെന്ന് പറയുന്നത് ശരിയല്ല. പിന്നെ ഈ സിനിമയുടെ ഒരു ഇതിനെ ഞാൻ പറഞ്ഞല്ലോ, സിനിമ വിജയിക്കും വിജയിക്കാതിരിക്കാം. അപ്പം അതുകൊണ്ട് ഷാജി ഒരു നല്ല മനുഷ്യനായതുകൊണ്ട് എൻ്റെ പൈസ തിരിച്ചു തരും. ഷാജി ഇനിയും ഒരു പടവുമായിട്ട് വന്നാൽ ഞാൻ ഷാജീനെ സഹായിക്കും. ബിക്കോസ് ഷാജി എൻ്റെ സുഹൃത്താണ്. എൻ്റെ സുഹൃത്താണെന്ന് പറഞ്ഞ് ഷാജി കാണിക്കുന്ന എല്ലാ പോഷത്തരവും ഷാജി നല്ലവനാണെന്ന് പറയാനൊന്നും എനിക്ക് പറ്റത്തില്ല. ഷാജിയോട് എല്ലാവരും കരുണയോടുകൂടി പ്രവർത്തിക്കുമ്പോൾ ഷാജിയും തിരിച്ച് കരുണ കാണിക്കണം. ഇത് മാത്രമേ ഇതിനകത്ത് പറയാനുള്ളൂ. പിന്നെ പൈസ മേടിക്കുന്ന നായകന്മാർ പ്രമോഷൻ നിൽക്കണം, അല്ലെങ്കിൽ അവർ പൈസ മേടിക്കാതിരിക്കണം. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇവിടുത്തെ ഡിസ്ട്രിക്ട് കളക്ടർക്ക് കിട്ടുന്നതിനേക്കാളും കൂടുതൽ പൈസ ഒരു സിനിമാ നടന് കിട്ടുന്നില്ലേ? അപ്പം കിട്ടുന്നുള്ളപ്പോൾ അവരതിൻ്റെ കൂറ് കാണിക്കണ്ടേ? ഞാൻ ഈ കാര്യത്തിൽ 100% സംഘടനയോടൊപ്പമാണ്, അല്ലെങ്കിൽ ഞാൻ ബി ഉണ്ണികൃഷ്ണനോടൊപ്പമാണ്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ സംഘടനയുടെ നേതാവ് രാകേഷിനോടൊപ്പമാണ്. ഒരു സംശയവും വേണ്ട. എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. സിനിമ ഒരു വ്യവസായമാണ്. ആ സിനിമ നടന്നു പോകണമെങ്കിൽ എല്ലാവരുടെയും സഹായം വേണം. ഞാൻ സംഘടനയോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ റിവ്യൂ എന്ന് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. റിവ്യൂ ചെയ്യുന്നത് തെറ്റാണെന്നൊന്നും ഞാൻ പറയത്തില്ല. ജെന്യുവൻ റിവ്യൂ ആയിരിക്കണം. ആ ജെന്യുവൻ റിവ്യൂയേക്കാൾ ഉപരി നമ്മൾ ഇങ്ങനെയൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഇപ്പം ഷാജി വലിയ ധർമ്മസങ്കടത്തിൽ നിന്നപ്പോഴാണ് ഞാൻ ഷാജിയെ സഹായിക്കാൻ ചെല്ലുന്നത്. ഇപ്പം എനിക്ക് എൻ്റെ അടുത്ത പടം അടുത്ത ഷൂട്ട് തുടങ്ങുകയാണ്. ഇത് പോയാൽ അടുത്ത് പോയാൽ അടുത്തത്, അങ്ങനെയാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഷാജിനെ നമ്മൾ സഹായിക്കാൻ ചെല്ലുമ്പോൾ നമുക്കാകെയുള്ളൊരു സങ്കടം ഷാജിക്ക് അതുകൊണ്ട് ഗുണമുണ്ടായില്ലല്ലോ എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പോൾ ഈ റിവ്യൂക്കാരോട് ഞാൻ പറയുന്നത്, അഭിപ്രായ സ്വാതന്ത്ര്യം അനുവദിച്ച് തന്ന ഈ നാട്ടിൽ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് എന്നും പറഞ്ഞ് എന്ന് തോന്നി മാസവും വിളിച്ച് പറയുന്നു. അത് ശരിയായ നടപടിയല്ല. നിങ്ങൾ ഒരാഴ്ച കഴിഞ്ഞ് ചെയ്യൂ. നിങ്ങൾ ഈ റിവ്യൂ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾ പറയൂ. ഇനി ഈ റിവ്യൂ ചെയ്യുന്ന ആൾക്കാർ മോണിറ്റൈസേഷൻ ബെനിഫിറ്റിന് വേണ്ടിയല്ലേ ചെയ്യുന്നത്? അവർ പറയാൻ പറ്റുമോ, ഞങ്ങൾക്ക് കിട്ടുന്ന പൈസകൾ ഞങ്ങൾ ചാരിറ്റിക്ക് കൊടുക്കാം,
ഞങ്ങൾ റിവ്യൂ പറയുന്നത് സത്യസന്ധമാണ്, എന്നാൽ ഞങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന റവന്യൂ ഞങ്ങൾ ഇവിടുത്തെ പാവപ്പെട്ട അനാഥാലയങ്ങൾക്കോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൊടുക്കാമെന്ന് അവർ പറയുമോ? പറയില്ല. അവർക്ക് പൈസയ്ക്ക് വേണ്ടിയാണ് അവർ ചെയ്യുന്നത്. അവരത് ചെയ്തോട്ടെ, അതൊന്നും തെറ്റൊന്നുമില്ല. ഞാൻ പറയുന്നത് ഒരാഴ്ച കഴിഞ്ഞ് ചെയ്യൂ. നിങ്ങൾ ആ ഫസ്റ്റ് വീക്ക് നിങ്ങൾ ഒഴിവാക്കുക. അടുത്തത്, നിങ്ങളൊരാളുടെ ഫിനാൻഷ്യൽ സ്റ്റേബിലിറ്റി കൂടെ നോക്കണം. തൂങ്ങിച്ചാകാൻ പോയ കയറിൽ നിന്ന് രക്ഷിച്ചുകൊണ്ട് നമ്മൾ ഒരാളെ വരുമ്പോൾ അയാൾക്ക് കയറെടുത്ത് കൊടുക്കുകയാണ് നിങ്ങൾ റിവ്യൂക്കാർ. ചത്തോ? ഇത് ശരിയോ തെറ്റോ? ഇത് മാത്രമേ എൻ്റെ ക്വസ്റ്റനുള്ളൂ. നിങ്ങൾ റിവ്യൂ ചെയ്യുന്നതിനോട് ഞാൻ റിവ്യൂ ചെയ്യുന്നതിന് എന്നാ തെറ്റിരിക്കുന്നത്? അവർ റിവ്യൂ തെറ്റേ. അവരുടെ 150 രൂപയ്ക്ക് അവരുടേതായ വാല്യൂ ഉണ്ട്. പ്രൊഡ്യൂസറുടെ 10 കോടിക്ക് പ്രൊഡ്യൂസർക്ക് വാല്യൂ ഉള്ള പോലെ റിവ്യൂ ടിക്കറ്റ് എടുക്കുന്ന പ്രേക്ഷകന് അവൻ്റെ 150 രൂപയ്ക്കും വാല്യൂ ഉണ്ട്. ഒരു സംശയവും വേണ്ട. ഞാൻ അതിൻ്റെ കൂടെ നിൽക്കുന്ന ഒരാളാണ്. പക്ഷെ ഒരാഴ്ച കഴിഞ്ഞ് ചെയ്യും. ഇനി ഞാൻ ഈ റിവ്യൂ ചെയ്യുന്ന മാന്യന്മാരോടൊക്കെ ഞാൻ ചോദിക്കാം, നിങ്ങൾക്കൊരു പ്രോഗ്രാം ഒരു പ്രശ്നമില്ലാത്ത ഒരു സിനിമയൊന്ന് പിടിച്ച് കാണിക്കാവൂ? തെറ്റല്ലാത്ത, കംപ്ലൈൻറ്റ് പറയാൻ പറ്റാത്ത ഒരു സിനിമ. ഞാൻ അശ്വന്ത് ഗോക്കിനോട് നേരിട്ട് ചോദിച്ചിട്ടുണ്ട്. അശ്വന്ത് ഗോക്ക്, നിങ്ങളെനിക്കൊരു പടം ചെയ്തതാണ്, ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാം. എന്തുകൊണ്ട് അശ്വന്ത് ഗോക്ക് അത് ഏറ്റെടുക്കുന്നില്ല? എന്തുകൊണ്ട് അശ്വന്ത് ഗോക്ക് എൻ്റെ വെല്ലുവിളി ഏറ്റെടുക്കുന്നില്ല? അപ്പോൾ ഉപദേശിക്കാൻ എളുപ്പമാണ്, ഒരാളെ രക്ഷിക്കാൻ പാടാണ്. ഉപദേശം എല്ലാവർക്കും പറ്റും. ഏതൊരു സിനിമയ്ക്കകത്ത് പറഞ്ഞത് ഉപദേശം മതി, എൻ്റെ ആചാര്യ മോഹൻലാൽ പറയുന്നുണ്ട്, ലാലേട്ടൻ. അപ്പം ഉപദേശിക്കാൻ എല്ലാവർക്കും പറ്റും, പക്ഷെ ഒരാളെ സഹായിക്കാൻ പറ്റത്തില്ല. അതിന് ഹൃദയം വേണം. ഈ വലതുവശത്തെ കള്ളൻ എന്ന് പറയുന്ന സിനിമ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചത് സത്യം പറഞ്ഞാൽ ഉണ്ണി ബ്ലോഗ് എന്ന് പറഞ്ഞൊരാളാണ്. ഞാൻ ഉണ്ണിയെ വിളിച്ചു. അതെല്ലാം കഴിഞ്ഞ് ഞാൻ ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഉണ്ണിനെ വിളിച്ച് കാര്യം പറഞ്ഞു. അപ്പോൾ ഉണ്ണിക്കത് മനസ്സിലായി. ഉണ്ണി പറഞ്ഞു, ചേട്ടാ ഞാൻ അന്വേഷിക്കാം, സോറി കേട്ടോ ചേട്ടാ. അവൻ്റെ മാന്യദൈവം കാണിച്ചു. അല്ല, ഞാനവർ വഴക്കുണ്ടാക്കാൻ പോയില്ല. ഉണ്ണി ചെയ്യുന്ന ഉണ്ണിയുടെ, എനിക്ക് ഉണ്ണിനെ ഇഷ്ടമാണ്. ഇനി ഞാൻ അസോസിയേഷനോട് പറയേണ്ടത് എന്നാന്ന് ചോദിച്ചാൽ, ഈ ചില പ്രൊഡ്യൂസർമാർ, ഞാൻ ഉൾപ്പെടെ, ഇവരുടെ ഈ വ്ളോഗിൻ്റെ മുറിയെടുത്തിട്ട് മാർക്കറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കും. അത് നിർത്തണം. ഇനി മേലിൽ അത് ചെയ്യരുത്. അങ്ങനെ ചെയ്യുന്ന മെമ്പർഷിപ്പുള്ള പ്രൊഡ്യൂസർമാരെ ഫൈൻ അടിക്കണം. അല്ലെങ്കിൽ ഇവരെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാം. ഇവരൊരു 1 വീക്കിന് ശേഷം അവർ ചെയ്യട്ടെ. ഇത് ഞാൻ സ്നേഹം കൊണ്ട് പറയുന്ന. ഇനിയിപ്പോൾ അവരെല്ലാവരും എൻ്റെ മുഖത്തോട് ഉണ്ട്. ഞാനത് എനിക്ക് എൻ്റെ ഏറ്റവും വലിയ സങ്കടം, ഷാജീനെ ഞാൻ സഹായിക്കാൻ പോയിട്ട് ഞാൻ ഈ കഴിഞ്ഞ പല മാന്യന്മാരെയും സഹായിച്ചിട്ടുണ്ട്. എനിക്ക് അവരൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇദ്ദേഹം രക്ഷപ്പെട്ടില്ലല്ലോ എന്നുള്ളൊരു സങ്കടം മാത്രമേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് ആ ഒരു വിഷമം നമ്മുടെ മനസ്സിലുണ്ട്. നമ്മളൊരു കാര്യത്തിന് വേണ്ടി പോകുമ്പോൾ നടന്നില്ലല്ലോ എന്നുള്ള വിഷമം. അപ്പം അതുകൊണ്ട് ഷാജി ഒരു നല്ല മനുഷ്യനായതുകൊണ്ട് എൻ്റെ പൈസ തിരിച്ചു തരും. അല്ലെങ്കിൽ അത് ഞങ്ങൾ കൂടി ആലോചിച്ച് എന്തെങ്കിലും ചെയ്യും. അതുകൊണ്ട് എനിക്ക് നഷ്ടമാകാറായിട്ടില്ല. പക്ഷേ ടെക്നിക്കലി വലതുവശത്തേക്കുള്ള നഷ്ടം തന്നെയാണ്, ഒരു സംശയവും വേണ്ട. അത് എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. പ്രൊമോഷൻ ഒരു പ്രൊമോഷൻ പോരായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, നാരായണിയുടെ 3 ആൺമക്കൾക്ക് ഞാൻ ജോർജിനെ വിളിച്ചിട്ട് ജോജു വന്നില്ലല്ലോ. ജോജു എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. അപ്പോൾ ജോജുവിൻ്റെ അനിയനും വർക്കിയും ഞാനുമായിട്ട് തിക്ക് ഫ്രണ്ട്സാണ്. ജോജു എൻ്റെ അടുത്ത സുഹൃത്താണ്. എനിക്ക് ജോജുവിനോട് എല്ലാം പറയാൻ പറ്റും. ഞാൻ മുഖം കറുത്തൊന്നും പറഞ്ഞില്ല. അവൻ്റെ പുള്ളിക്ക് നമുക്ക് ഒരു സാധനവും നമുക്ക് ബലമായിട്ട് പിടിച്ച് മേടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇനി നമ്മൾ പടം ചെയ്യുമ്പോൾ നമ്മൾ പ്രോപ്പർ എഗ്രിമെൻ്റ് വെക്കും. ആ എഗ്രിമെൻറ്റിലൂടെ മാത്രമേ കാര്യങ്ങൾ പോകുള്ളൂ. അപ്പം റിവ്യൂവിങ്ങിന് ഞാൻ എതിരല്ല. റിവ്യൂ ഞാൻ പറയുന്നത് ഒരു 1 വീക്ക് കഴിഞ്ഞ് നിങ്ങൾ ചെയ്യും. നിങ്ങൾക്ക് ഈ കിട്ടുന്ന വ്യൂവേഴ്സ് എല്ലാം അന്നേരവും കിട്ടും. നിങ്ങൾക്ക് ഈ കിട്ടുന്ന പൈസയൊക്കെ അന്നേരവും കിട്ടും. ഞാൻ അസോസിയേഷനോട് പറയുന്നത്, നമ്മുടെ മെമ്പർഷിപ്പിലുള്ള ആളുകൾ ഈ സാധനം എടുത്ത് പ്രൊമോഷൻ കണ്ടാൽ അവനെ ബാൻ ചെയ്യണം എന്ന അഭിപ്രായക്കാരാണ് ഞാൻ. അതാണ് അസോസിയേഷൻ ചെയ്യേണ്ടത്. ഈ വലതുവശത്തെ കള്ളൻ ആദ്യം ലാഭമായിരുന്നു എന്ന് പറയുമ്പോഴും ഇപ്പോൾ പിന്നെ നഷ്ടമായി എന്ന് പറയുമ്പോഴും ആദ്യം സങ്കടപ്പെട്ടവർ ഇപ്പോൾ സന്തോഷിക്കില്ലേ? വലതുവശത്തെ കള്ളൻ ലാഭമാണെന്ന് ആരും പറഞ്ഞിട്ടില്ലല്ലോ. ആദ്യത്തെ പ്രൊമോഷനൊക്കെ സമയത്ത് കുഴപ്പമില്ല, നല്ല രീതിയിലുള്ള അല്ല, അത് നല്ല ഞാൻ ഇപ്പോഴും പറയുന്നു, ആ സിനിമ കണ്ടവർ ഒരു
നമുക്കൊരു അബദ്ധം പറ്റിയെന്ന് പറഞ്ഞ് നമ്മുടെ നിലപാടുകളിൽ നിന്ന് മാറ്റം മാറരുത്. അപ്പം കാണുന്നവനെ അപ്പാന്ന് വിളിക്കുന്നവന് ശരിയല്ല. നിലപാടുകളിൽ ഉറച്ചു നിൽക്കണം. നിലപാടുകളുടെ രാജകുമാരനായിരിക്കണം മരണം വരെയും. അപ്പോൾ എൻ്റെ കുടുംബത്തിൽ ഞങ്ങൾ ആ സിനിമ കണ്ടപ്പോൾ എനിക്കത് പടം ഇഷ്ടമായിരുന്നു. സം റീസൺ എനിക്ക് ആ പടം ഇഷ്ടമായിരുന്നു. എൻ്റെ കുടുംബത്തിലുള്ള ഓരോരുത്തർക്കും ഇഷ്ടമായിരുന്നു. അത് ഞങ്ങളെ മാറ്റി ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഇപ്പം ഞാൻ ഈ സിനിമ കഴിഞ്ഞ് ഞാൻ വീട്ടിൽ പറഞ്ഞു ഇതങ്ങോട്ട് വർക്കൗട്ട് ആകില്ല എന്ന് തോന്നുന്നു. എൻ്റെ ഇളയ മോള് പെട്ടെന്ന് അവളുടെ കണ്ണിൽ നിന്ന് രണ്ടിറ്റ് കണ്ണ് പറഞ്ഞാൽ അവളും ഇത് നല്ലതാണെന്ന് എന്നോട് പറഞ്ഞതാണ്. എന്നിട്ട് പക്ഷെ അവൾ എന്നോട് 15 വയസ്സുകാരൻ എന്നോട് പറഞ്ഞു, അപ്പം എൻ്റെ നിലപാട് ഞാൻ മാറ്റത്തില്ല, എനിക്കപ്പോൾ സിനിമ ഇഷ്ടപ്പെട്ടു. പക്ഷെ സം റീസൺ ഐ ഡോണ്ട് നോ. അപ്പോൾ അത് നഷ്ടം തന്നെയാണ്, ഒരു സംശയം വേണ്ട. അത് ചിലപ്പോൾ എനിക്ക് തോന്നണേ ജിത്തു എന്തോ ഐ ഡോണ്ട് നോ നഷ്ടമാണ്. അപ്പോൾ ഈ ഷാജി നടേശൻ വഴിയാണ് ജിത്തു ജോസഫിലേക്ക് എത്തിപ്പെടുന്നത്. അതെ. അപ്പോൾ ഇനിയും ജിത്തു ജോസഫുമായി തുടർന്നുള്ള പ്രൊജക്റ്റുകൾ പ്രതീക്ഷിക്കാം. വൈ നോട്ട്? ഞങ്ങൾ ജിത്തു ഇങ്ങനെ നൂറ നിൽക്കുക. ജിത്തു ജോസഫിൻ്റെ അപ്പനും ഞാനുമായിട്ട് എടുപ്പായിരുന്നു രാഷ്ട്രീയപരമായിട്ട്. പക്ഷെ ഞങ്ങൾ തമ്മിൽ എവിടെയോ അതുപോലെ എന്തോ ഒരു ചെറിയൊരു അകൽച്ച പോലെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ പടം കൊണ്ടായ ഏറ്റവും വലിയ ഗുണം ഇപ്പം ഞങ്ങൾ എല്ലാ ദിവസവും സംസാരിക്കുന്നു എന്നാണ്. ഇന്ന് ഞായറാഴ്ച ഏറ്റവും ആദ്യം വന്ന മെസ്സേജ് ജിത്തുവിൻ്റെ മോള് കറ്റീൻ്റെ ആടെയാണ്. അപ്പോൾ ആ സൗഹൃദം ബിൽഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളിനി ജിത്തുവിനെ വെച്ച് സിനിമ ചെയ്യും, അതിനെ സംശയിക്കുന്നത്. ഒരു സിനിമയുടെ അദൃശ്യകരങ്ങൾ എന്ന് പറയുന്നത് നിർമ്മാതാവിൻ്റെതാണല്ലോ. അപ്പോൾ ഈ സിനിമയിൽ സാറ് നേരിട്ടിട്ടുള്ള വെല്ലുവിളി എന്തൊക്കെയായിരുന്നു? അല്ല, ഇത് ഞാൻ നിർമ്മാതാവല്ല ഈ സിനിമയുടെ നിർമ്മാതാവ് ഷാജി നടേശനാണ്. ഷാജി നടേശനാണ് ഇതിൻ്റെ നിർമ്മാതാവ്. പിന്നെ അദൃശ്യ ശക്തി പുള്ളിന്നൊന്നും പറയാൻ പറ്റത്തില്ല. പ്രൊഡ്യൂസർ ഉണ്ടെങ്കിലേ ഉള്ളൂ ഒരു സിനിമയുണ്ടാകും. മനസ്സിലാകും. അപ്പോൾ ഒരു പ്രൊഡ്യൂസർക്ക് വെല്ലുവിളികളെന്ന് പറഞ്ഞാൽ ഈ പടം വിജയിച്ചാൽ ഇതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ നായകനും നായികയും ടെക്നീഷ്യനും എല്ലാവരും വരും. അപ്പോൾ ലാസ്റ്റ് ബെഞ്ചിലിരിക്കുന്നത് പ്രൊഡ്യൂസറാണ്. പടം നഷ്ടം വന്നാലും ലാസ്റ്റ് ബെഞ്ചിലിരിക്കുന്നത് പ്രൊഡ്യൂസറാണ്. അതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. ഈ സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചിട്ട് ഉള്ളവരാണെങ്കിലും അതിൽ അഭിനയിച്ചിട്ടുള്ളവരാണെങ്കിലും 100% നീതി പുലർത്തിയിരുന്നോ ഈ സിനിമയോട്? സാറിന് ഇങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? അല്ല, 100% അവർ അതൊരു വലിയൊരു കോംപ്ലിക്കേറ്റഡ് ഒരു സെൻസിറ്റീവ് ക്വസ്റ്റ്യനാണ് ചോദിച്ചിരിക്കുന്നത്. ഈ സിനിമയിൽ ഉള്ള എല്ലാവരും നീതി പുലർത്തിയിട്ടുള്ളത് കൊണ്ടാണ് ആ സിനിമ ഉണ്ടായത്. എന്നാൽ മാർക്കറ്റിങ്ങിൻ്റെ സമയത്ത് ചിലപ്പോൾ അവരുടെ തിരക്ക് മൂലമോ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും പ്രൊഡ്യൂസറുമായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. അല്ലെങ്കിൽ ഇപ്പം ഞാനാണ് പ്രൊഡ്യൂസറെങ്കിൽ ഫ്രം ദ ഡേ വൺ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ എന്നുള്ള കാര്യം ഇപ്പം നമ്മൾ ബോബി സഞ്ജയ് പടം മാർച്ചിൽ തുടങ്ങാൻ പോവുകയാണ്. അതിൻ്റെ ഒരു പ്രൊമോഷൻ നമുക്കിരിക്കാൻ അവസരമുണ്ടായാൽ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സൽമ സുൽത്താന എന്നോട് ചോദിച്ചാൽ 100% എനിക്കറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ഇവിടെ ഞാനിപ്പോഴും പറയുന്നു, ഇതിൻ്റെ പ്രൊമോഷൻ സമയത്ത് ആർട്ടിസ്റ്റൊന്നും ഇല്ലായിരുന്നു. ആ നടിമാരും ജിത്തുവും തന്നെ ഇരുന്നാണ് ചെയ്തിരുന്നത്, പ്രൊഡ്യൂസർ ചെന്നിട്ടില്ല. അപ്പം അതൊരു പോരായ്മയാണ്. ഞാൻ അൾട്ടിമേറ്റ്ലി സിനിമ സംഭവിക്കുന്നതാണ്. പ്രൊഡ്യൂസറുടെ അനുഭവയോഗമാണ് സിനിമ, അല്ലെങ്കിൽ പ്രൊഡ്യൂസറുടെ കൂടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവരുടെ അനുഭവയോഗമാണ് സിനിമ. സിനിമയ്ക്ക് മാത്രം വേറൊരു വലിയ പ്രശ്നമുണ്ട്. സിനിമ വീണാൽ പിന്നെ അത് പൊക്കിയെടുക്കാൻ പറ്റത്തില്ല. ഇത് ദൈവാനുഗ്രഹം കൊണ്ടാണ് ഈ സിനിമയെക്കുറിച്ച് ഇത്രയും ബാഡ് റിവ്യൂസ് വന്നിട്ടും ഇത്രയും കളക്ഷൻ വന്നത്. അത് ദൈവാനുഗ്രഹമാണ്. മനസ്സിലായോ? അപ്പം ഇതിനകത്ത് ഞാൻ പറഞ്ഞു വെച്ചാൽ കുറച്ചും കൂടെയും നമ്മൾ ഇറങ്ങി പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഈ സിനിമ ക്രിസ്മസിനാണ് വന്നിരുന്നുവെങ്കിൽ, ഒരു വെക്കേഷനാണ് വന്നിരുന്നുവെങ്കിൽ, ഒരു പക്ഷേ ഇതിൽ കൂടുതൽ കളക്ഷൻ വന്നേനെ എന്നാണ് എൻ്റെ ഒരു ധാരണ.
ഒരു ലാഭത്തിനപ്പുറം ഈ ഒരു സിനിമ സമൂഹത്തിൽ അടയാളപ്പെടുത്തപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു നിർമ്മാതാവാണോ സാറ്? 100%. കാരണം എൻ്റെ വീട്ടിൽ ഞാൻ ഒരു മനുഷ്യനായിട്ട് ജനിച്ച ഒരാളാണ്. എനിക്കൊരിക്കലും ഇന്ത്യ നന്നാക്കാനോ എനിക്കൊരിക്കലും കേരളം നന്നാക്കാനോ ഒന്നും പറ്റത്തില്ല. പക്ഷേ എനിക്ക് പറ്റുന്നത് എൻ്റെ കുടുംബത്തിലൊക്കെ ഞാനൊരു ഒരു കുടുംബസ്ഥനാണ്. ഞാനൊരു ഫാമിലി മാനാണ്. അത് എന്നെ അടുത്തറിയുന്നവർക്കറിയാം. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, അല്ലെങ്കിൽ ഞാൻ ചെറുപ്പം മുതൽ, അതൊക്കെ ഒത്തിരി കാര്യങ്ങൾ പിന്നെ എപ്പോഴൊക്കെ നമുക്ക് സംസാരിക്കാം, നിങ്ങൾ ചോദിക്കുമ്പോൾ പറയാം. ഞാനൊരു അറ്റൻഷൻ സീക്കറാണ്. എന്നെ എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, കാരണം ഈ ഒരു മക്കളുള്ളവർക്കുള്ള ഒരു പ്രശ്നമാണ്. വീട്ടിലൊരു മകനായിട്ട് ജനിക്കുന്ന പിള്ളേരെയൊക്കെ ശ്രദ്ധിച്ചാൽ അവരെപ്പോഴും ഒരു ചെറിയ അറ്റൻഷൻ സീക്കിംഗ് ആയിരിക്കും. അവരെങ്ങനെയാണ്. അപ്പോൾ ഞാനൊരു അറ്റൻഷൻ സീക്കറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് മരണമുണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഇപ്പം എൻ്റെ 2ാം ജന്മമാണ്. ഞാൻ കഴിഞ്ഞ ജൂണിൽ ഞാൻ ഒന്ന് മരിച്ചു പോയതാണ്. ഇപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോൾ ഈ ജൂണാകുമ്പോൾ എനിക്ക് 1 വയസ്സേ ആയുള്ളൂ. അങ്ങനെയാകുമ്പോൾ പുതിയ വർഷത്തിലൂടെ ഇപ്പോൾ നടക്കുന്നത് ചക്ക് നടക്കുകയാണ്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ഒരു സുപ്രഭാതം അന്ന് ഞാൻ തിരിച്ചു വന്നില്ലായിരുന്നുവെങ്കിൽ, മനസ്സിലായോ, വന്നില്ലായിരുന്നുവെങ്കിൽ എന്നെ അടയാളപ്പെടുത്താൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ പല സിനിമകൾ ഞാൻ എന്തുകൊണ്ട് കല്ലറയിൽ ചെയ്യുന്നു, നിങ്ങൾ ആദ്യം ചോദിച്ച പോലെ കല്ലറയിൽ തന്നെ നിൽക്കുന്നു എന്ന് പറയുന്നത്, എനിക്ക് കല്ലറയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു വെച്ചാൽ അടുത്തൊരു 5ഓ 6ഓ തലമുറയ്ക്ക് അപ്പുറത്ത് പറയുമ്പോൾ ഇതൊക്കെ ചെയ്തത് ആ പുള്ളിയാണ് കേട്ടോ, അയാൾ ഭയങ്കര പ്രശ്നകാരിയായാലും പുള്ളി ഇതൊക്കെ ചെയ്തല്ലോ എന്നോർക്കുമ്പോൾ എന്നെ ഓർക്കപ്പെടും. മനസ്സിലായോ? എന്നെ ആൾക്കാർ ഓർക്കണമെന്ന് ആഗ്രഹിക്കുന്ന എൻ്റെ ഒരു സ്വാർത്ഥതയാണെന്ന് വെച്ചോളൂ. അപ്പം അതുകൊണ്ട് ഒരു നല്ല സിനിമ ചെയ്താൽ, അല്ലെങ്കിൽ ഒരു 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 കാലിക പ്രാധാന്യമുള്ളൊരു സിനിമ ചെയ്യാൻ പറ്റിയാൽ അത് എപ്പോഴും സമൂഹത്തിന് ഉതകുമെങ്കിൽ, ഗുണം ചെയ്യുമെങ്കിൽ, അതിൻ്റെ പ്രൊഡ്യൂസർ എന്ന നിലയിൽ അങ്ങനെ ഒരു സിനിമയാണോ ഈ വലതുവശത്തെ കള്ളൻ? ഒരിക്കലുമല്ല. അതിനകത്ത് ചില സന്ദേശങ്ങളുണ്ട്, ഒരു സംശയവും വേണ്ട. കാരണം പേരൻറ്റിങ്ങിനെ കുറിച്ചുള്ള ചില കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. പക്ഷേ എന്റെ പാരന്റ്സ് വരെ അത് സിനിമ കണ്ടിട്ട് കരഞ്ഞ് ആ ഒരു അനുഭവം എനിക്കൊരു പ്രത്യേക ഫീൽ ആയിരുന്നു. അവരുടെ കൂടെ നിന്ന് ആ സിനിമ കാണുമ്പം ഒരു അതാണ് അതിനകത്ത് അങ്ങനെയൊക്കെ ചില നല്ല കാര്യങ്ങളുണ്ട്. പക്ഷേ എന്നാന്നറിയാമോ, ഈ സക്സസ്സിനോടൊപ്പം മാത്രമേ ഉള്ളൂ ആളുകൾ സഞ്ചരിക്കത്തുള്ളൂ. പരാജിതരെ കൂടി ചേർത്ത് പിടിക്കാൻ ആളുകൾക്ക് ഒരുക്കമല്ല, പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾക്ക്. നമ്മൾ ഭീകരമായ ഭാഗ്യം ചെയ്തവരാണ്. കാരണം കേരളം പോലൊരു നല്ല മനോഹരമായ സ്ഥലത്ത് ജനിക്കാൻ പറ്റി, കേരളത്തിൽ ജീവിക്കാൻ പറ്റി, ഭയങ്കര എഡ്യൂക്കേറ്റഡായ ആളുകൾ. പക്ഷെ എവിടെയോ നമുക്കൊരു നന്മ കൈമോശം പോകുന്നില്ലേ എന്നൊരു തോന്നലുണ്ട് ഞാൻ ഉൾപ്പെടുന്ന സമൂഹത്തിന്. അപ്പോൾ പരാജിതരെയും കൂടെയും ചേർത്ത് പിടിച്ചാൽ, പരാജയം വിജയത്തിൻ്റെ മുന്നോടിയാണെന്ന് ഓർത്താൽ, ഒരുപക്ഷെ നമുക്കിനിയും വണ്ടേഴ്സ് സൃഷ്ടിക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ സ്വന്തം നാട്ടിൽ എല്ലാ ബിസിനസ്സുകളും തുടങ്ങുമ്പോഴും ഇപ്പോൾ റോഡിൽ എവിടെ നോക്കിയാലും ഗുഡ്വിൽ എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ വണ്ടിയാണ് കാണുന്നത്. അത് എല്ലാ ജില്ലകളിലേക്കും വ്യാപിപ്പിക്കാനുള്ള ഒരു ശ്രമമാണോ? അത് നമുക്ക് അടുത്ത പ്രാവശ്യം സംസാരിച്ചാൽ പോരെ. ഇന്നിപ്പോൾ ശിവരാത്രിയാണ്. എനിക്ക് പേത്രത്തായിയാണ്. നിങ്ങളെന്നെ ഇപ്പം വിടാമെന്നും പറഞ്ഞ് വന്ന് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ ഇത്രയും നേരം വന്നിരുന്നത്. അപ്പോൾ ഇനി എനിക്ക് സമയം കളയാനില്ല. അത് അഹങ്കാരത്തിൻ്റെ അല്ല. പ്രേക്ഷകരോട് എല്ലാവർക്കും ശിവരാത്രിയുടെ ആശംസകൾ, പേത്രത്തായുടെ ആശംസകൾ. ഇനിയും ഞങ്ങൾ ഇതുപോലെ സന്ധിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത എപ്പിസോഡിലും നിങ്ങൾക്ക് ഇവർ ചോദിച്ച ബസ് സർവീസിൻ്റെ കഥകളുമായി ഞങ്ങൾ വരാം. അതുവരെയും നന്ദി. ശരി, അപ്പോൾ താങ്ക് യു വെരി മച്ച്.